ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ പ്രതീക്ഷ കുടുംബത്തിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് സൂമിലേക്ക് പോയിട്ടാണ് തൃശ്ശൂർ. കുറച്ച് മൃഗങ്ങളെയൊക്കെ കണ്ടു, കുറേയൊന്നുമില്ല, പക്ഷേ കുറേ കാഴ്ചകൾ ഇങ്ങനെ കാണാനുണ്ട്. നല്ല ഭംഗിയുണ്ട് ആ സ്ഥലമൊക്കെ കാണാനായിട്ട്. അങ്ങനെ കുറേ നടന്ന് കുറേ സംഭവങ്ങളൊക്കെ കണ്ട് കാട്ടുപോത്തിനെ കണ്ടു. കാട്ടുപോത്തിനെ കാണാൻ വന്നിട്ട് എത്തിച്ച് നോക്കും, പക്ഷേ ശരിക്കും കാണാൻ പറ്റില്ല. ഒരെണ്ണത്തിന് കണ്ടു, അത് ഉണ്ട് കൊമ്പിട്ടിട്ട് താഴേക്കിട്ട് കുത്തിറക്കിണ്ടായിരുന്നു. അതിനെ കണ്ടു കേട്ടോ. ഒരെണ്ണത്തിനൊക്കെ കാണുള്ളൂ. പിന്നെ ഉള്ളിലായ കാരണം ഇമേരിക്ക് കാണാൻ പറ്റില്ല, സൂം ചെയ്യാനും പറ്റിയില്ല. ഭയങ്കര വെയിലായ കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാണാനൊക്കെ. എന്നാലും പരമാവധി സൂം ചെയ്ത് നോക്കി, രക്ഷയില്ല, കിട്ടണില്ലായിരുന്നില്ല. പിന്നെ വെയിലത്തേ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. കാണണ്ടോന്ന് എനിക്കറിയില്ല, ഞാൻ സൂം ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ കാണില്ല എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് ഒരു കടുവേനെ കണ്ടു കേട്ടോ. കുറേ ആൾക്കാരുണ്ട്, ജനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പക്ഷേ നട്ടപ്ര വെയിലല്ലേ, ഭയങ്കര വെയിലും ചൂടും ക്ഷീണവും ഒക്കെ ആയിരുന്നു ആ വെയിലത്ത് നടന്നിട്ടേ. പക്ഷെ കുഴപ്പമില്ല, കാണാനുണ്ട്. കുറച്ച് മൃഗങ്ങളെ കണ്ടു. കാണ്ടാമൃഗത്തിനെ കണ്ടു, കടുവേനെ കണ്ടു, പിന്നെ ഒരു ഒട്ടകപ്പക്ഷീനെ കണ്ടു. അങ്ങനെ കുറച്ച്, പിന്നെ എന്തൊരു കണ്ടേ, ഹിപ്പോപ്പൊട്ടാമസിനെ കണ്ടു. അങ്ങനെ കുരങ്ങനെ കണ്ടു. ഏതു എൻ്റെ കൂട്ടുകാരൻ അതിനെ കണ്ടു. പിന്നെ ആരെ കണ്ടേ നമ്മൾ, പിന്നെ മുതലേനെ കണ്ടു. മുതലേനെ ഒന്ന് സൂം ചെയ്തെടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം ചൂടായ കാരണം ഈ വീഡിയോ അധികം എടുക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് എടുത്തുള്ളൂ. എനിക്ക് എടുക്കാൻ പറ്റണത് ഞാൻ എടുത്തു. എനിക്ക് ചൂടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആ ഭാഗത്തെ ഭംഗികളൊക്കെ ആസ്വദിച്ച് നടക്കായിരുന്നു. കണ്ടൊക്കെ ഇടുവാ, നല്ല ഭംഗിയിൽ കിടക്കുന്നുണ്ട്. ഞാൻ സിനിമയിലൊക്കെ എത്ര നല്ല ഭംഗിയിൽ കണ്ടിട്ടുള്ളൂ. നേരിട്ട് ആദ്യമായിട്ട് കടുവേനെ കാണുന്നത്. വീട്ടിൽ സന്തോഷത്തിലായിട്ടാണ്. അങ്ങനെ ഇത് ഹിപ്പോപ്പൊട്ടാമസ് കണ്ട പൊന്തി കിടക്കുന്നുണ്ടോ. പരമാവധി സൂം ചെയ്ത് കിട്ടിയതാ, അത്ര കിട്ടിയുള്ളത്. കുരങ്ങനെ അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുക, എന്തോ തിന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ കുറേ വിളിക്കുന്നുണ്ട്, അപ്പോൾ അവിടെ നോക്കണമെന്നില്ല. കുറേ വിളിച്ചപ്പോൾ നോക്കി. മാനയൊക്കെ കണ്ടു കേട്ടോ.